നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇയാള് തന്നെ പറഞ്ഞതുപോലെ, സുസ്മിത പരിഹസിച്ചതുപോലെ, ഒരു കോമൺ മാൻ, ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ, പ്രജ. പോണി പാലും വിളത്തി കിട്ടി. ഒരാളുടെ വായടപ്പിക്കാൻ വന്നില്ലേ? ഇനി വായും പൂട്ടിന്ന് കേട്ടോ നീ. തെളിവുകളെല്ലാം തന്നതിന് നന്ദി. പോലീസിന് അധികം മെനക്കെടേണ്ടി വരില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ വാക്ക് അതങ്ങ് പാലിച്ചേക്കണം. സർക്കാർ പാവങ്ങൾക്ക് കൊടുക്കാൻ തരുന്ന അരിയും ആഹാര സാധനങ്ങളും എവിടേക്ക് പോകുന്നു, ഏത് സമയത്ത്, ഏത് ലോറിയിൽ, എല്ലാം വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. എല്ലാം അങ്ങ് ഛർദ്ദിച്ചപ്പോഴാണ് ഞാൻ കരുതിയതാ ഏതാണ്ട് പണി വരാനുള്ള പുറപ്പാടാന്ന്. ചിറ്റപ്പനൊന്ന് ചുമ്മാ ഇരുന്നേ. ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞ ദൈവം തമ്പുരാനൊന്നും അല്ലല്ലോ. ഇവരുടെയൊക്കെ മുകളിലിരിക്കുന്ന ചീഫ് സെക്രട്ടറി പോലും പൊളിറ്റീഷ്യന്മാർക്ക് താഴെയാ. എന്ത് ചെയ്യാൻ പോവാ നീ? ചിറ്റപ്പൻ കണ്ടോ? മോളെ, അനുപല്ലവി, യെസ് മാഡം. ഈ മാസം വരെയുള്ള കോട്ട മുഴുവൻ ഈ ഡീലർ സ്വീകരിച്ചിട്ടുണ്ടല്ലോ? യെസ് മാഡം, ക്രോസ് ചെക്ക് ചെയ്തതാ. മിസ്റ്റർ സുരേന്ദ്രൻ, കട സുസ്മിതയുടേതാണെങ്കിലും ലൈസൻസി നിങ്ങളായതുകൊണ്ട് നടപടി നിങ്ങൾക്കെതിരെയായിരിക്കും. ജനങ്ങൾക്ക് സൗജന്യമായും മിതമായ നിരക്കിലും നൽകാൻ സർക്കാർ തരുന്ന ഭക്ഷ്യസാധനങ്ങൾ മറിച്ചു വിറ്റ് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കൊള്ള ലാഭവും ഉണ്ടാക്കുന്നതായി ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർക്ക് നേരിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു റേഷൻ ലൈസൻസിക്ക് ഒട്ടും യോജിക്കാത്ത റൂഡ് ആൻഡ് റാഷ് ബിഹേവിയർ. ചുരുങ്ങിയ ലാഭം മാത്രമെടുത്ത് സർക്കാർ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ മാത്രം കച്ചവടം ചെയ്ത് കുടുംബം പുലർത്തുന്ന 10,000-കണക്കിന് റേഷൻ വ്യാപാരികൾക്ക് വെറും അപമാനമാണ് നിങ്ങൾ. നടപടി ഉണ്ടാവും സുരേന്ദ്ര. എന്തായത്? മിനിസ്റ്ററാണ് ഫോണിൽ. കളക്ടറോടൊന്ന് സംസാരിക്കണം. സർ, അത് പൊളിച്ചു മോളെ. ചിറ്റപ്പൻ കണ്ടോ പുലി പോലെ വന്നവളിപ്പോ പൂച്ചയാവുന്നത്? Anyway, sir, I'm seizing this ration shop. The next licensee will take over the shop tomorrow itself. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.